നമസ്കാരം. മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി താങ്കൾ 8 വർഷം മുമ്പ് പറഞ്ഞതെല്ലാം മറന്നു. അവതാരങ്ങളും അഴിമതിക്കാരും പടിക്ക് പുറത്ത് എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇപ്പോൾ എവിടെയാണ്? നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രണ്ടാമതും ഭൂരിപക്ഷം നേടി തുടർ ഭരണത്തിന്റെ പുതിയ ചരിത്രം എഴുതിയ കേരളത്തിലെ ഏക നേതാവാണ് നിലവിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ. 2016 മെയ് മാസം 24-ാം തീയതി മുഖ്യമന്ത്രി പദത്തിൽ കയറി കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ നടത്തിയ മാതൃകാപരമായ ഒരു പ്രസംഗമുണ്ടായിരുന്നു. ആ പ്രസംഗത്തിലെ ചില വാചകങ്ങൾ മലയാളികളെ ഒന്നടങ്കം സ്വാധീനിക്കുന്നതുമായിരുന്നു. അന്ന് പിണറായി വിജയൻ പറഞ്ഞു വെച്ചത് ഇങ്ങനെയായിരുന്നു: എന്റെ പേരും പറഞ്ഞ് പലരും രംഗത്ത് വരും. അത്തരം അവതാരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഇത്തരക്കാരെ സർക്കാരിന്റെ സ്വാധീന വലയത്തിൽ നിന്നും അകറ്റി നിർത്തുക എന്നത് ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന കാര്യമായിരിക്കും. ഇത്തരത്തിൽ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആകർഷകമായ പ്രഖ്യാപനം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നതെന്ന കാര്യത്തിൽ അദ്ദേഹമെങ്കിലും ഒരു പുനർവിചാരണം നടത്തണം. ഏറ്റവും ഒടുവിൽ ഒരു പത്രമാധ്യമവുമായി അഭിമുഖം നടത്തുവാൻ വരെ PR ഏജൻസികൾ ഇടനിലക്കാരായി വന്ന സംഭവം വലിയ വിവാദമായി നിലനിൽക്കുകയാണ്. എന്തൊക്കെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നതെന്നോ ആരൊക്കെയാണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നതെന്നോ മുഖ്യമന്ത്രിക്ക് അറിയാതെ പോകുന്നു എന്നത് ഖേദകരമാണ്. തെറ്റായ ആവശ്യങ്ങളുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് കടന്നു വരുന്ന അവതാരങ്ങളെ പടിക്ക് പുറത്താക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസും സെക്രട്ടേറിയറ്റും ഇത്തരത്തിലുള്ള അവതാരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. പത്രങ്ങളും ചാനലുകളും പലതും തട്ടിക്കുട്ടി ഉണ്ടാക്കുന്ന വാർത്തകൾ എന്ന രീതിയിൽ പല ആരോപണങ്ങളും മുഖ്യമന്ത്രിയും പാർട്ടിയും പറയുന്നുണ്ടെങ്കിലും ജനങ്ങൾ ഇതിനെയെല്ലാം വിശ്വസിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പമുള്ള നിയമസഭാംഗവും പാർട്ടിയുടെ ശക്തനായ നേതാവുമായ PV അൻവർ MLA ആണ് ഭൂകമ്പം ഉണ്ടാക്കുന്ന വമ്പൻ ആരോപണങ്ങൾ ഓരോന്നായി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അൻവർ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് ഓരോ കുറ്റകൃത്യങ്ങളെയും വിശദീകരിച്ചത്. ഇതിനെല്ലാം സഹായിയായി നിന്നുകൊണ്ട് നേതൃത്വം കൊടുത്തവരെയും അൻവർ വെളിച്ചത്ത് കൊണ്ടുവന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പാർട്ടിയുടെ നേതാവുമായ P ശശിക്കെതിരെ വരെ ക്രിമിനൽ കുറ്റമടക്കം അൻവർ എടുത്തു കാട്ടി. മാത്രവുമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നിരവധി അവതാരങ്ങൾ അഴിമതിയിലും ക്രിമിനൽ കുറ്റങ്ങളും സ്ഥിരമായി നടത്തുന്നു എന്നും അൻവർ പറയുകയുണ്ടായി. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്താണ് വലിയ വിവാദങ്ങളിലേക്ക് വളർന്ന സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പുറത്തു വന്നത്. ഈ സ്വർണ്ണക്കടത്തിൽ പങ്കാളിയായ ആൾക്കാരുടെ പേരുകൾ പുറത്തു വന്നപ്പോൾ യഥാർത്ഥത്തിൽ കേരള ജനത അന്തം വിട്ടു. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനും IAS ഉദ്യോഗസ്ഥനും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ശിവശങ്കർ എന്നയാളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് സ്വർണ്ണക്കടത്ത് നടത്തിയത് എന്ന ആരോപണമാണ് പുറത്തു വന്നത്. ഈ വിഷയം അന്വേഷണത്തിലേക്ക് കടന്നപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ അറസ്റ്റ് ചെയ്യപ്പെടുകയും 6 മാസത്തോളം ജയിലിൽ കഴിയുകയും ചെയ്തു. ഈ സ്വർണ്ണക്കടത്ത് കഥ ഗൗരവമായി മാറിയപ്പോൾ മറ്റു പല അവതാരങ്ങളും രംഗത്ത് വന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരന്റെ ഇഷ്ടക്കാരിയായ സ്വപ്ന സുരേഷ് സ്വർണ്ണക്കടത്തിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഷാജ് കിരൺ, സരിത്ത്, സന്ദീപ് നായർ തുടങ്ങിയവരും പ്രതികളാകുന്ന കാഴ്ചയും ജനം കണ്ടു. ഈ തട്ടിപ്പ് ഇടപാടുകളിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന CPM നേതാവ് CM രവീന്ദ്രന്റെ പങ്കും പിന്നെ പുറത്തു വന്നു. ഇതോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സെക്രട്ടേറിയറ്റ് മൊത്തത്തിലും അഴിമതിക്കാരുടെയും തട്ടിപ്പുകാരുടെയും ക്രിമിനൽ കുറ്റവാളികളുടെയും ആസ്ഥാനമായി മാറി എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലാവധി തീർന്നപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുമുന്നണി അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കൂടുതൽ കരുത്ത് നേടുന്നതായും ജനവിശ്വാസം ആർജിക്കുന്നതായും നമ്മൾ കണ്ടു. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ 1 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവതാരങ്ങൾ നിരങ്ങുന്ന ഒരു ഓഫീസായി മാറുന്ന വാർത്തകളാണ് പുറത്തു വന്നത്. പലതരത്തിലുള്ള വിവാദങ്ങളും ആരോപണങ്ങളും പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നു. സർക്കാർ നടത്തിയ ജനകീയ പദ്ധതികളിലും വികസന പ്രവർത്തനങ്ങളിലും എല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് അഴിമതികളും തട്ടിപ്പിനുമുള്ള ഉപാധികളാക്കി മാറ്റുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. പ്രതിപക്ഷം ഉയർത്തിയ സ്പ്രിംഗ്ലർ ഇടപാടിലെ അഴിമതിയും, K-ഫോൺ പദ്ധതിയിലെ തട്ടിപ്പും, IT പാർക്ക് വസ്തു കൈമാറ്റ തട്ടിപ്പും, ലോക കേരള സഭ നടത്തിപ്പിലെ ധൂർത്തും, നവകേരള സദസ് നടത്തിയതിലെ പരാതികളും, ഇങ്ങനെ സർക്കാർ വിരുദ്ധമായ പല കാര്യങ്ങളും ഓരോ ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ ഒരു ദേശീയ ദിനപത്രത്തിന് അഭിമുഖം തയ്യാറാക്കുവാൻ PR ഏജൻസിക്ക് അവസരം നൽകിയെന്ന ആരോപണവും കത്തിപ്പടരുകയാണ്. ഇതിനിടയിലാണ് പാർട്ടി MLA അൻവർ പുറത്തുവിട്ട പോലീസ് മേധാവി നടത്തിയ നിരവധിയായ ക്രമക്കേടുകളും ക്രിമിനൽ കുറ്റങ്ങളുടെയും പരാതികളുടെയും ചർച്ചയായി നിൽക്കുന്നത്. ഒരു പോലീസ് മേധാവി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സഹായത്തോടു കൂടി
പലതരത്തിലുള്ള അഴിമതികളും തട്ടിപ്പുകളും നടത്തിയതായിട്ടാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ. ADGP പദവിയിലിരിക്കുന്ന ആൾ മാത്രമല്ല, ഉയർന്ന പദവിയിലുള്ള മറ്റു പല പോലീസ് മേധാവികളും തട്ടിപ്പിന് കൂട്ടുനിന്നതായി പാർട്ടി MLA തന്നെ പറയുന്ന സ്ഥിതിയും വന്നു. താൻ ഭരണത്തിലിരിക്കുന്ന കാലം അത്രയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാത്രമല്ല, ഭരണ സ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിനകത്ത് പോലും ഒരു അവതാരത്തെയും കയറ്റില്ല എന്ന് വലിയ വായിൽ വിളിച്ചു പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ സ്വന്തം പേരിലും ഓഫീസിന്റെ പേരിലുമാണ് നിരവധി പരാതികൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കരിമണൽ കമ്പനിയിൽ ഉടമകളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കോടിക്കണക്കിന് രൂപ വാങ്ങി എന്നത് ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്. ഏതായാലും കേരളത്തിലെ പൊതുസമൂഹം കാര്യകാരണ സഹിതം സംശയിക്കുന്ന ചില വസ്തുതകൾ മുഖ്യമന്ത്രിയുടെയും ഓഫീസിന്റെയും കാര്യത്തിലുണ്ട്. മുഖ്യമന്ത്രി ആധികാരികതയോടെ പറഞ്ഞ അവതാരങ്ങളെ അകത്ത് കയറ്റില്ല എന്ന വാഗ്ദാനം പാഴായിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പാർട്ടിയായ CPM-ന്റെ ആൾക്കാർ എന്ന പേരിലും മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാർ എന്ന പേരിലും ഇടതുമുന്നണിയുടെ നേതാക്കൾ എന്ന നിലയിലും നിരവധി അവതാരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ചുറ്റും മാത്രമല്ല സെക്രട്ടേറിയറ്റിന്റെ തന്നെ 4 ഗേറ്റിനുള്ളിലും തമ്പടിച്ചിരിക്കുന്നു എന്നത് നിഷേധിക്കേണ്ട കാര്യമല്ല. ഇനിയെങ്കിലും ഒരു തിരിഞ്ഞു നോട്ടത്തിലേക്ക് മുഖ്യമന്ത്രി മാറണം. സ്വന്തം സർക്കാരിൽ സ്വന്തം ഓഫീസ് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഇനിയെങ്കിലും ഗൗരവമായി പരിശോധിക്കണം. അതല്ല എങ്കിൽ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല സ്വന്തം പാർട്ടിക്ക് തന്നെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഭാവിയായിരിക്കും കടന്നു വരിക. നന്ദി.